നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ വെസ്റ്റ് ഫേസിംഗ് ശിവ ടെമ്പിൾസ്, പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന ശിവക്ഷേത്രങ്ങൾ, അതിൻ്റെ വിശേഷം എന്തെന്ന് പറയുകയാണ്. തമിഴ്നാട്ടിൽ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന 8 ശിവക്ഷേത്രങ്ങളുണ്ട്. അത് അഷ്ടവീരട്ടാനം എന്ന് പറയും. ശിവൻ വന്ന് ഈ അസുരന്മാരെ അല്ലെങ്കിൽ തീയ ശക്തികളെ, കെട്ട ശക്തികളെ ഫൈറ്റ് ചെയ്ത് അത് വന്ന് ഡിസ്ട്രോയ് ചെയ്ത സ്ഥലങ്ങളാണ് ഈ വെസ്റ്റ് ഫേസിംഗ് ക്ഷേത്രങ്ങൾ. അത് തമിഴ്നാട്ടിലാണെങ്കിൽ പല അസുരന്മാരെ വധിച്ച സ്ഥലങ്ങളിലാണ് അത് അഷ്ടവീരട്ടാണെന്ന് പറയുന്നത്. അതേമാതിരി തന്നെ മലയാളത്തിലും കേരളത്തിലും 5 ശിവക്ഷേത്രങ്ങളിരിക്കുകയാണ്. ഈ 5 ശിവക്ഷേത്രങ്ങളിൽ പോയി വഴിപെടുന്നതിനുള്ള വിശേഷം എന്തെന്ന് വെച്ചാൽ, ഈ ജാതകത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറും. രണ്ടാമത്, നെഗറ്റീവ് എനർജി, ആരെങ്കിലും ഈ മന്ത്രവാദം ചെയ്ത് ഉത്തരങ്ങൾ സ്തംഭനമൊക്കെ ചെയ്താൽ അത് മുറിക്കാനുള്ള പവർ ഈ ക്ഷേത്രങ്ങളിലും ഉണ്ട്. സ്തംഭനങ്ങൾ മുറിക്കാനുള്ളതും നെഗറ്റീവ് എനർജി വന്ന് ആരെങ്കിലും മന്ത്രവാദം വല്ലതും ചെയ്താൽ അതിനെയൊക്കെ മാറ്റാനുള്ള പവറാണ്. അതുപോലെ ജാതകത്തിലുള്ള തടസ്സങ്ങൾ, ചിലർക്ക് ചൊവ്വായ് ദോഷമായിരിക്കും, അത് മാരേജിൻ്റെ തടസ്സങ്ങൾ, മാരേജ് നടക്കാതെ ഇരിക്കുന്ന തടസ്സങ്ങളൊക്കെ ഈ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന ശിവക്ഷേത്രങ്ങൾക്ക് പോയി ദർശനം ചെയ്ത് പൂജകളൊക്കെ ചെയ്ത് അത് വന്ന് നിവാരണം കിട്ടും. അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്ന് തൃപ്പറങ്കോട് ശിവക്ഷേത്രം, അത് വന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലിരിക്കുകയാണ്. തൃപ്പറങ്കോട് അത് വന്ന് വലിയ ഒരു ക്ഷേത്രമാണ്. അതിലും അത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ട് ഇരിക്കുന്നതാണ്. അടുത്തത് വന്ന് കട്ടകമ്പൽ ശിവക്ഷേത്രം വെസ്റ്റ് ഫേസിംഗ് ആയിരിക്കുകയാണ്. അത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിക്കുന്നു. അടുത്തത് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം, അത് ഗുരുവായൂരിൻ്റെ അടുത്തിരിക്കുന്നു. ഗുരുവായൂരിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അടുത്തത് കാഞ്ചലശ്ശേരി മഹാദേവ് ക്ഷേത്രം, അത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലിരിക്കുകയാണ്. അതുപോലെ ഏറ്റുമാനൂർ ശിവക്ഷേത്രം കോട്ടയം ഡിസ്ട്രിക്റ്റിലിരിക്കുകയാണ്. ഈ തമിഴ്നാട്ടിൽ അഷ്ടവീരട്ടാനം ഇരിക്കുന്ന വഴി കേരളത്തിൽ 5 ശിവക്ഷേത്രം ഇരിക്കുകയാണ്. അതിൽ ഈ ക്ഷേത്രങ്ങളിൽ വഴിപ്പെട്ടാൽ നെഗറ്റീവ് എനർജി മാറും. ബ്ലോക്സ്, അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ബ്ലോക്സ് ഇരിക്കും. ആ ബ്ലോക്സുകളൊക്കെ മാറ്റാൻ ഇത് ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ക്ഷേത്രങ്ങളാണ്. തമിഴ്നാട്ടിൽ ഇതേമാതിരിയുള്ള ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടി ജ്യോത്സ്യന്മാർ പലർക്കും കുറിപ്പ് എഴുതി കൊടുത്ത് അവർ ഈ 8 ക്ഷേത്രങ്ങളിൽ ചുറ്റുന്നു, ദർശനം ചെയ്യുന്നു. ചെയ്താൽ അവർക്ക് നിവാരണം കിട്ടും.